ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് ഐറ്റമാണ്. ഇത് നമ്മൾ എണ്ണയിൽ വറക്കേണ്ട ആവശ്യമില്ല. അതുമാത്രമല്ല, മാവ് കുഴയ്ക്കേണ്ട, പരത്തേണ്ട, ഇതൊന്നും ചെയ്യാതെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് ആദ്യമേ തന്നെ അതിൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി വെക്കാം. ഫില്ലിംഗ് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് 1 ടീസ്പൂൺ, കുറച്ച് കറിവേപ്പില കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞത് 1/4 കപ്പ്. ഇത്രയുമാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. മുട്ടയ്ക്ക് പകരം ചിക്കനോ ഫിഷോ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ 6 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിൽ 4 എണ്ണം ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് മഞ്ഞക്കരും വെള്ളയും കൂടെ സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം രണ്ടും പൊടിയായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട്. മഞ്ഞക്കരു നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. കാരണം മഞ്ഞക്കരും ആദ്യം തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ അങ്ങ് കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് മഞ്ഞക്കരു ഇതേപോലെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ മാറ്റി വെച്ച 2 മുട്ട ഇതേപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 4 മുട്ടയാണ് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളത്. 2 മുട്ട ഇതേപോലെ 3 സ്ലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വഴറ്റാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നു കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ച ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്. ഇത് രണ്ടും കൂടെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ച സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. 1/4 കപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. സവാള ഏകദേശം 1/2 കപ്പിൻ്റെ അടുത്തുണ്ട്. ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച കറിവേപ്പിലയും 1 ടീസ്പൂൺ പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ കളറെല്ലാം മാറി കുറച്ച് ബ്രൗൺ കളറായിട്ട് വരും. അത്രയും സമയം നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം ഇതിവിടെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് ഇനി ഇതിനകത്തോട്ട് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ആദ്യമേ ഇട്ട് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത്രയും മുളക് പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം നല്ല എരിവുണ്ടായിരിക്കും. കാരണം നമ്മൾ ഇതിനകത്ത് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പച്ചമുളക് എരിവില്ലാത്ത ടൈപ്പാണ് എടുക്കുന്നതെങ്കിൽ അതനുസരിച്ചിട്ട് മുളക് പൊടിയുടെ അളവ് കൂട്ടാം. ഇനി വേണ്ടത് മല്ലിപ്പൊടിയാണ്. അത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. അതും 1/2 ടീസ്പൂൺ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത്രയും പൊടികൾ നമ്മൾക്ക് ആവശ്യമുള്ളൂ. പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച മുട്ടയുടെ വെള്ളയാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടെ വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് ഒന്നും കൂടെ നോക്കാം. ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് മുട്ടയുടെ മഞ്ഞക്കരും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കുത്തി ഇളക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാകുമ്പോൾ അതെല്ലാം പൊടിഞ്ഞു പോവും. മസാലയെല്ലാം നല്ലപോലെ ഇതിനകത്തേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇനി നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ച മഞ്ഞക്കരും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. മഞ്ഞക്കറി ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് നേരം മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ്. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ വൈറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് വേണമെന്നുള്ളവരാണെങ്കിൽ ബ്രൗൺ ബ്രെഡ് വേണമെങ്കിലും എടുക്കാം. വൈറ്റ് ബ്രെഡ് എടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. 12 സ്ലൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സൈഡെല്ലാം നമ്മൾക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഈ സൈഡ് നമ്മൾക്ക് കളയേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം. നമ്മൾ ഈ മുറിച്ച് മാറ്റിയ സൈഡെല്ലാം മിക്സിക്കകത്തിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചതിന് ശേഷം ചെറിയ തീയിൽ വറുത്തെടുത്താൽ മതി. അപ്പം ബ്രെഡ് ക്രംസ് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ വീഡിയോ ഞാനിവിടെ കാണിക്കുന്നില്ല. ഇനി ഈ മുറിച്ച് മാറ്റിയ ബ്രെഡ് സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം മിക്സിയുടെ വലിയ ജാർ എടുക്കാം. അതിനകത്തേക്ക് 1/4 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 4 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. എരിവിനാവശ്യമായിട്ട് 1 ടീസ്പൂൺ ചതച്ച മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ അടിച്ചെടുത്തത് ഇതേപോലത്തെ വലിയൊരു പാത്രത്തിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉപ്പെല്ലാം ഒന്നും കൂടെ നോക്കാം. ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഉണ്ടാക്കാനായിട്ടുള്ള പാത്രം നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതേപോലത്തെ ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1-2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പരത്തി കൊടുക്കുക. താഴെയും സൈഡിലും എല്ലാ സൈഡിലും നമുക്ക് ആക്കി കൊടുക്കാം. ഇത് തീരെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തീരെ ഒട്ടിപ്പിടിക്കത്തില്ല. എന്നാലും നെയ്യ് തേക്കുമ്പോൾ ഒന്നും കൂടെ ഈസി ആയിട്ട് ഇത് വിട്ട് കിട്ടും. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബ്രെഡ് ഈ മിക്സിനകത്തേക്ക് മുക്കി കൊടുക്കാം. അതായത് മുട്ടയുടെയും പാലിൻ്റെയും മിക്സിനകത്തേക്കാണ് മുക്കി കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ അടിയിലൊന്നും പരത്തി വെച്ച് കൊടുക്കാം. ഒരു ലെയർ ആവുന്ന രീതിയിൽ പരത്തി വെച്ച് കൊടുക്കാം. സൈഡിലൊക്കെ കുറച്ചൊന്ന് പൊങ്ങിയിട്ട് പരത്തി വെച്ച് കൊടുക്കാം. തീരെ ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ
ഇതേപോലെ നമുക്ക് ഫില്ലാക്കി എടുക്കാം. ഇപ്പം അടിയിലത്തെ ലെയർ കംപ്ലീറ്റ് സെറ്റാക്കിയിട്ടുണ്ട്. ഇതുപോലെ വേണം നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്. ഇപ്പം തീരെ ഗ്യാപ്പൊന്നും കാണുന്നില്ല. ഇനി നമ്മൾ നേരത്തെ വഴറ്റി വെച്ച മുട്ടയുടെ മിക്സാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. മുട്ടയ്ക്ക് പകരം ബീഫോ ചിക്കനോ ഫിഷോ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി അതല്ല വെജിറ്റബിൾസ് മാത്രം മതിയെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മുട്ട മിക്സ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ആകുന്ന രീതിയിൽ പരത്തി ഇട്ട് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കിയ മുട്ട മിക്സ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. അത്രയ്ക്ക് ഇത് കാണത്തുള്ളൂ. ഇപ്പം ഞാനിവിടെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്തൊക്കെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും വരുന്നത്. ഇനി 2 മുട്ട നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ മുകളിലായിട്ട് പരത്തി വെച്ച് കൊടുക്കാം. അപ്പം കാണാൻ ഒന്നുകൂടെ ഭംഗിയായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഇതേപോലത്തെ പാത്രം എടുത്തതുകൊണ്ടാണ് 6 സ്ലൈസ് മാത്രമാക്കിയത്. ഇനി ഇതിനേക്കാളും വലിയ പാത്രമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 8 സ്ലൈസ് വരെ ആക്കി കൊടുക്കാം. അപ്പം ഒന്നുകൂടെ ഭംഗിയായിരിക്കും നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ കാണാനായിട്ട്. നമ്മൾ ഇതിനകത്തേക്ക് ടോട്ടലായിട്ട് 12 സ്ലൈസ് ബ്രെഡാണ് എടുത്തത്. അതിൽ 6 സ്ലൈസാണ് നമ്മൾ താഴെ വെച്ച് കൊടുത്തത്. ഇനി 6 സ്ലൈസ് ബാക്കിയുണ്ട്. അതും നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഈ പാലിൻ്റെയും മുട്ടയുടെയും മിക്സിനകത്ത് മുക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് പരത്തി വെച്ച് കൊടുക്കാം. നമ്മൾ താഴെ വെച്ച അതേപോലെ തന്നെ തീരെ ഗ്യാപ്പില്ലാത്ത രീതിയിൽ വേണം മുകളിലും വെച്ച് കൊടുക്കാനായിട്ട്. പിന്നെ എടുക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് ബ്രെഡിൻ്റെ അളവിൽ മാറ്റം വരും. ഇപ്പം ഞാനിതിവിടെ എല്ലാം കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ വേണം നമ്മൾ കവർ ചെയ്ത് വെക്കാനായിട്ട്. ഇനി ഈ മുട്ടയുടെയും പാലിൻ്റെയും മിക്സ് ബാക്കിയുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു പരന്ന പാൻ അടുപ്പത്തോട്ട് വെക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. നേരിട്ട് ഫ്ലെയിമിനകത്ത് വെക്കുന്നില്ല. ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കാം. അതിനുശേഷം അടുത്ത 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിക്കാനായിട്ട്. ഇനി ഇതേപോലത്തെ ഒരു മൂടി വെച്ചിട്ടൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. ആവി പുറത്തു പോകുന്ന ടൈപ്പ് മൂടിയാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. ഇപ്പം ഞാനിതിവിടെ അടുപ്പത്ത് വെച്ചിട്ട് ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ നിന്നെല്ലാം ചെറുതായിട്ട് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇനി ഇത് മറ്റൊരു പാനിനകത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പരന്ന പാനാണ് കൂടുതൽ നല്ലത്. പരന്ന പാൻ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് ഇതേപോലത്തെ അരികു വശം പൊങ്ങി നിൽക്കാത്ത പാൻ എടുക്കരുത്. കാരണം നമ്മളിത് തിരിച്ചിടുമ്പോൾ സ്ലൈഡ് ചെയ്ത് ചിലപ്പം താഴെ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അരികുവശം കുറച്ച് പൊങ്ങിയ ടൈപ്പ് പാൻ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി ഈ പാൻ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇത് നേരെ തിരിച്ചിടാം. തിരിച്ചിട്ടിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഈ പാൻ നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് ഇനി അടുപ്പിലോട്ട് വെക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് വേണം ഇത് വേവിക്കാനായിട്ട്. ഇതിൻ്റെ അടിഭാഗം നമ്മൾക്ക് കറക്റ്റ് പാകത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കളറിൽ വേണം കിട്ടാനായിട്ട്. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരിക. ഇനി കുറച്ചും കൂടെ ഫ്ലേവർ കൂട്ടാൻ വേണ്ടിയിട്ടും ഇതിൻ്റെ അടിഭാഗം മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുമായിട്ട് 1 ടീസ്പൂൺ നെയ്യ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇനി ഇതൊന്ന് നീക്കി കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും നെയ്യൊന്ന് ആക്കി കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നല്ലപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. മറ്റേ സൈഡ് ഇതേപോലെ ലോ ഫ്ലെയിമിൽ 10 മിനിറ്റാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇതിപ്പം കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിനകത്തേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീരെ പൊട്ടിപ്പോകാതെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതൊന്ന് തിരിച്ചിട്ടും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. മറ്റേ സൈഡ് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിട്ട് കൊടുത്ത ചില്ലി ഫ്ലേക്സ് ആണ് ഇതിൻ്റെ സൈഡിൽ കാണുന്നത്. 2 സൈഡും കറക്റ്റ് പാകമായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഒരുപാട് സമയമെടുക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കും കൂടിയാണിത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. മുട്ട പപ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും. ഇതിൻ്റെ ഉൾഭാഗം നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത പാലും മുട്ടയെല്ലാം കറക്റ്റ് അളവ് തന്നെയായിരുന്നു. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്